നമസ്കാരം. കേരളം പിടിക്കാനുള്ള തുടക്കത്തിൻ്റെ ഭാഗമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് എന്നാണ് BJP പറയുന്നത്. ആ വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണ് സാക്ഷാൽ മോദി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എത്തിയത്. മോദി എത്തുന്നതിന് തലേ ദിവസം ഞെട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമുണ്ടായി. 2020 എന്ന കിറ്റക്സ് മുതലാളി സാബു ജേക്കബ് ചീഫ് കോർഡിനേറ്ററായിരിക്കുന്ന ജനകീയ പ്രസ്ഥാനം ഇനി മുതൽ NDAയുടെ ഘടകകക്ഷിയാവും എന്നായിരുന്നു ആ പ്രഖ്യാപനം. കിറ്റക്സാവും 2020യും BJP ലയിക്കുകയല്ല ചെയ്തത്, അവർ NDA സഖ്യത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്തത്. NDA സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന CK ജാനുവിൻ്റെയും PC തോമസിൻ്റെയും ഒക്കെ പാർട്ടികൾ പിന്നീട് UDFിൻ്റെ ഭാഗമായി എന്നത് മറന്നുകൊണ്ടാണ്, വെള്ളാപ്പള്ളിയുടെ പാർട്ടിയാണ് NDAയുടെ കൺവീനർ എന്നത് മറന്നുകൊണ്ടാണ് കിറ്റക്സാവിനെതിരെ ഇവർ ബഹളം വയ്ക്കുന്നത്. കിറ്റക്സാവിൻ്റെ പാർട്ടി കാവി അണിയാൻ കാരണം ED പേടിയാണെന്ന് ഇവർ തറപ്പിച്ച് പറയുന്നു. ഈ വിവാദത്തിന് തുടക്കമിട്ടത് റിപ്പോർട്ടർ ചാനലായിരുന്നു. തൊട്ടു പിന്നാലെ മറ്റു മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു. ED കിറ്റക്സിന് 2 തവണ നോട്ടീസ് കൊടുത്തെന്നും ആ നോട്ടീസിന് അവർ മറുപടി കൊടുക്കാതെ ഭയന്ന് NDAയുടെ ഭാഗമായെന്നുമാണ് ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വാസ്തവം എന്താണെന്ന് പരിശോധിക്കാം. സാബു ജേക്കബ് MD ആയിരിക്കുന്ന കിറ്റക്സ് ഗാർമെൻറ്റ്സ് 100% വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഒരു ടെക്സ്റ്റൈൽസ് വ്യവസായമാണ്. കേരളത്തിലും തെലങ്കാനയിലുമാണ് അവർ തുണികൾ ഉൽപ്പാദിപ്പിക്കുന്നതും കയറ്റി അയക്കുന്നതും. അവരുടെ കയറ്റുമതി ഭൂരിഭാഗവും അമേരിക്കയിലേക്കായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചില സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നത് സത്യമാണ്. സ്വാഭാവികമായും കയറ്റുമതി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ഫെമ നിയമ പരിധിയിൽപ്പെടും. ഫെമ നിയമം മാത്രമല്ല, നിരവധി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ റഡാറിലായിരിക്കും ഈ കമ്പനി പെടുക. അതുതന്നെ കിറ്റക്സിനും സംഭവിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് ഏതെങ്കിലും ഒരു ഇടപാടിൽ സംശയം തോന്നിയാൽ അവർ കത്തയക്കുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ED. വിദേശ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സകലർക്കും ED നോട്ടീസ് അയക്കാറുണ്ട്. മാത്രമല്ല, നാട്ടിൽ ഏതെങ്കിലും കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് പരാതി ലഭിച്ചാൽ അപ്പോൾ തന്നെ ED നോട്ടീസ് അയക്കും. അത് ED ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയാണ്. എനിക്ക് പരിചയമുള്ള ഒരു സിനിമാ നിർമ്മാതാവിന് കഴിഞ്ഞ ദിവസം EDയുടെ നോട്ടീസ് വന്നിരുന്നു. അതിൻ്റെ കാരണം, ഈ സിനിമാ നിർമ്മാതാവിനെതിരെ ഒരാൾ പണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇടുകയും ചെയ്തതായിരുന്നു. EDക്ക് നേരിട്ട് കേസെടുക്കുക സാധ്യമല്ല. എവിടെയെങ്കിലും ഒരു കള്ളപ്പണ ഇടപാടോ വിദേശ നാണ്യ വിനിമയ ചട്ടമോ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ EDക്ക് നോട്ടീസ് അയക്കാൻ കഴിയും. EDയുടെ നോട്ടീസിൻ്റെ ആധാരം അതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രാദേശിക കേസാവും. ഇവിടെ ഞാൻ പറഞ്ഞ സിനിമാ നിർമ്മാതാവിന് നോട്ടീസ് കിട്ടാൻ കാരണം അയാൾക്കെതിരെ പോലീസ് കേസെടുത്തതാണ്. എന്നാൽ തെളിവ് സഹിതം അയാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കാഷ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിവരം അറിയാതെയാണ് പരാതിക്കാരൻ EDക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ FIRൻ്റെ ബലത്തിൽ ED സിനിമാ നിർമ്മാതാവിന് നോട്ടീസ് അയച്ചത്. സിനിമാ നിർമ്മാതാവ് ഹാജരായി നിലവിൽ കേസില്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ED കൂടുതൽ നടപടിയെടുക്കാതെ പറഞ്ഞുവിട്ടു. PV അൻവറിൻ്റെ പരാതിയെ തുടർന്ന് ED എനിക്കും നോട്ടീസ് അയച്ചിരുന്നത് പ്രേക്ഷകർക്കറിയാം. 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ ഹാജരാക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ട് ഹാജരാക്കി. അതോടെ അത് അവസാനിക്കുന്നു. ഇങ്ങനെയാണ് EDയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ED അയക്കുന്ന നോട്ടീസ് FIRൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ആർക്കെതിരെയെങ്കിലും ഒരു FIR സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് അയച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ EDക്ക് കഴിയും. ആ വിവരങ്ങൾ പരിശോധിച്ചിട്ട് അതിൽ നിയമലംഘനമുണ്ടെങ്കിൽ മാത്രമാണ് ED കേസെടുക്കുന്നത്. കിറ്റക്സ് സാബുവിന് അത്തരത്തിൽ 2 നോട്ടീസ് വന്നതിൽ അത്ഭുതപ്പെടേണ്ടതായി ഒന്നുമില്ല. വിദേശ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആരും തന്നെ ഇത്തരം ED നോട്ടീസ് കിട്ടാത്തവരായി ഇല്ല എന്നതാണ് വാസ്തവം. CPMൻ്റെ സ്വന്തമായിരുന്ന ഇപ്പോൾ CPM വിരുദ്ധനായ PV അൻവറും CPMൻ്റെ MLA ആയ കുന്നത്തുനാട്ടിലെ തന്നെ PV ശ്രീനിജനുമൊക്കെ ഇങ്ങനെ ED നോട്ടീസ് കൈപ്പറ്റി മറുപടി കൊടുത്ത് മുമ്പോട്ട് പോകുന്നവരാണ്. റിപ്പോർട്ടർ ചാനലിന് എത്ര തവണ ED നോട്ടീസ് കിട്ടിയിട്ടുണ്ടെന്ന് അവർക്ക് പോലും നിശ്ചയം കാണില്ല. റിപ്പോർട്ടർ ചാനലിനെതിരെ ED അയച്ച നോട്ടീസിൻ്റെ പശ്ചാത്തലത്തിലുള്ള കേസന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്ന് ED വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ബോധപൂർവം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പേടിപ്പിച്ച് കിറ്റക്സ് ഉടമ സാബു ജേക്കബിനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും BJPയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അനേകം ED നോട്ടീസുകൾ കൈപ്പറ്റി ഇപ്പോഴും ED അന്വേഷണം നേരിടുന്ന റിപ്പോർട്ടർ മുതലാളിമാർ തന്നെ അത് ബ്രേക്ക് ചെയ്യുകയും അതിനോടനുബന്ധമായി നുണ പറയുകയും ചെയ്യുന്നു എന്നത് വിചിത്രമാണ്. എന്തായാലും കൃത്യമായ മറുപടിയുമായി സാബു ജേക്കബ് രംഗത്ത് വന്നിട്ടുണ്ട്. റിപ്പോർട്ടറെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു സാബുവിൻ്റെ പത്രസമ്മേളനം. ഇവിടെ ചില ചാനലുകാർ
ചില ചാനൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഞാൻ എടുത്തു പറയാൻ, അതിലെ ഒരു റിപ്പോർട്ടാണ് പറയുന്നതെന്ന് ഓർക്കണം. 2016 ഒരു ഡോക്യുമെന്റ്സ് തന്നെ വിവിധ ബാങ്കിൽ വെച്ചിട്ട് കോടിയിലധികം തട്ടിയെടുത്ത ഒരാള് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. വീണ്ടും 21 സർക്കാരിന്റെ മരം മുറിച്ച് അതും പാവപ്പെട്ട ആദിവാസികളുടെ പേരിൽ വ്യാജമായിട്ട് ഒപ്പുണ്ടാക്കി അങ്ങനെ കോടിക്കണക്കിന് രൂപ കേരളത്തെ പറ്റിച്ച് മാസങ്ങളോളം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയുടെ ചാനല്. അതിനുശേഷം മെസ്സി ഇവിടെ വരുമെന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ, യുവജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച ഒരു വ്യക്തിയുടെ ചാനല്. അതിലെ ഒരു റിപ്പോർട്ടർ പറയുകയാണ് എന്നെ ED അങ്ങോട്ട് ശരിയാക്കി കളയുന്നു. ആരെ ED ശരിയാക്കേണ്ടത്? ഈ ചോദ്യം ആ റിപ്പോർട്ടർ ചോദിക്കേണ്ടത് അയാളുടെ ഉടമയോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല ചോദിക്കേണ്ടത്. കാരണം ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞു, മടിയിൽ കനമുള്ളവനല്ലേ ഭയക്കണ്ടു എന്നുള്ളത്. മടിയിൽ കനമുള്ളത് ആരാണ്? ഈ പറഞ്ഞ ചാനലിന്റെ ഉടമയ്ക്കാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു കാലിൽ മുടന്തുള്ളവൻ മടക്കി അകത്ത് വെച്ചിട്ട് 2 കാലിൽ മുടന്തുള്ളവനെ അധിക്ഷേപിക്കുമെന്നുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ കാര്യത്തിലോ ഈ ചാനൽ ഉടമയുടെ കാര്യത്തിൽ ദേഹമാസകലം മുടന്താണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. സാബു റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരെ കുറിച്ച് പറഞ്ഞതൊന്നും നിഷേധിക്കാൻ അവർക്ക് പോലും കഴിയില്ല എന്നതാണ് വാസ്തവം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് സാബു വ്യക്തമായി പറയുന്നത് കൂടി കേൾക്കുക. കമ്പനി ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നോ, ഏതെങ്കിലും ടാക്സ് വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നോ, അങ്ങനെ കണ്ടെത്തിയതായിട്ടോ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ടോ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരാതിയും ഇന്ന് വരെ സെബിയിലോ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലോ അല്ലെങ്കിൽ ഇതിലെ ഷെയർ ഹോൾഡേഴ്സോ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ ചില ചാനലുകൾ ചില രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു കമ്പനിയെ തന്നെ അല്ലെങ്കിൽ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു വാർത്തകൾ കൊടുക്കുന്നത്. ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് 100% എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ GST ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ്, ഡയറക്ടർ ഓഫ് ഇമ്പോർട്ട്സ്, അപ്പോൾ അങ്ങനെ തുടങ്ങി വിവിധ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസുമായിട്ട് നമുക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മാസങ്ങളിലും ക്വാർട്ടറുകളിലും വർഷാവസാനവും വിവിധ റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ, കുറികൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്ഥിരമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് അവരുടെ അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി ഉറപ്പുവരുത്തുന്നതിന് കമ്പനിയുടെ ഇടപാടുകളിൽ ഓരോ കാര്യത്തിലും ഏതെങ്കിലും രീതിയിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റി അവരാവശ്യപ്പെടും, അത് കൊടുക്കുകയും ചെയ്യും. ഇപ്പം ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ ആണെന്ന് പറഞ്ഞ് എന്നെ രാത്രി വിളിക്കുകയുണ്ടായി. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ED സമൻസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ പേരിൽ എന്തോ അന്വേഷണം നടക്കുന്നുണ്ട്, ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടല്ലേ നിങ്ങൾ NDA-മായിട്ടൊരു സഖ്യമുണ്ടാക്കിയത് എന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി പോലും എനിക്കറിയില്ല. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും നോട്ടീസുകൾ ED-യിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലായത്, കഴിഞ്ഞ വർഷം മെയ് മാസം 25 മെയ് മാസം ED ചില ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അത് പ്രൊവിഡന്റ് ഫണ്ട് ആയിക്കോട്ടെ, ESI ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, GST ആയിക്കോട്ടെ,
ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനേജർ എന്ന് പറയുന്നത് മാനേജിങ് ഡയറക്ടറാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു കമ്മ്യൂണിക്കേഷനും മാനേജിങ് ഡയറക്ടറെ സാബു ജേക്കബിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. ആ വരുന്ന നോട്ടീസുകൾ സാധാരണ രീതിയിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പൊ കസ്റ്റംസിന്റെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോകും, അവരതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കും. GST സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ GST ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ED ഇങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻ അവർ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ബാലൻസ് ഷീറ്റ് ആണ് ചോദിച്ചത്. അതുകൂടാതെ ഏതെങ്കിലും എമൗണ്ടുകൾ, അതായത് ഇവിടെ നിന്ന് കയറ്റി അയക്കപ്പെട്ട വസ്ത്രങ്ങളുടെ പേയ്മെന്റ് അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് കിട്ടാനായിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ രീതിയിൽ ഏത് സാധനങ്ങളും ഇവിടെ നിന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് കയറ്റി അയക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കയറ്റി അയക്കപ്പെട്ടതിൽ അന്ന് മുതൽ 180 ദിവസത്തിനുള്ളിൽ അതിന്റെ പേയ്മെന്റുകൾ കിട്ടിയിരിക്കണം. ഒരു ദിവസം വൈകിയാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും. അതുകൊണ്ട് തൂക്കിക്കൊല്ലുന്ന ഒരു വിഷയമോ ജയിലിലടയ്ക്കുന്ന ഒരു വിഷയമൊന്നുമില്ല. അതായത് ഗവൺമെന്റ് ഉറപ്പാക്കണം ഇവിടെ നിന്ന് നടത്തുന്ന കയറ്റുമതികൾ കൃത്യമായിട്ടാണ് പോയിരിക്കുന്നത്. ആ കയറ്റി അയച്ച സാധനത്തിന്റെ തുക കൃത്യമായിട്ടും ഇവിടെ കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ 2021 കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം, കിറ്റക്സിന് മാത്രമല്ല ലോകമെമ്പാടും അടച്ചുപൂട്ടിയതാണ്. ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് കയറ്റി അയച്ച ഉൽപ്പന്നങ്ങൾ പല ആളുകൾക്കും ആ സമയത്തിന് വിറ്റു തീർക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ 180 ദിവസം എന്നുള്ളത് ചിലത് അതിനേക്കാൾ കൂടുതലായി. അത് റിസർവ് ബാങ്ക് തന്നെ എല്ലാവർക്കും ഇന്ത്യയിൽ ഒട്ടാകെ അതിന് എക്സംഷനും കൊടുത്തിട്ടുള്ളതാണ്. അവിടെ ഒരു നിയമലംഘനമില്ല. അപ്പോ ED ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ ഡോക്യുമെന്റുകളും റെക്കോർഡ് സഹിതം, കാരണം ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന സാധനത്തിന്റെ പൈസ സാബു ജേക്കബ് പോയി കയ്യിലല്ല വാങ്ങിക്കൊണ്ടുവരുന്നത്. അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി, കിറ്റക്സിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഞങ്ങളുടെ ബാങ്ക്. ആ ബാങ്ക് വഴിയാണ് എല്ലാ ഡോക്യുമെന്റ്സും പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ പൈസയും റിസീവ് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി തന്നെയാണ്. അത് ബാങ്കിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണത്. ഒരു പൈസ, ഒരു ഡോളർ കുറവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് തന്നെ അതിന് ലെറ്റർ എഴുതും. അത് ബാങ്കിന്റെ കൂടി ചുമതലയാണത്. അപ്പോൾ ഇനി ഒരു കമ്പനി അങ്ങനെ മനഃപൂർവ്വം ഏതെങ്കിലും രീതിയിൽ വഞ്ചിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ബാങ്കിന് അത് അനുവദിക്കാൻ പറ്റില്ല. റിസർവ് ബാങ്ക് പിടിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് കിറ്റക്സിന് മാത്രമുണ്ടായ ഒരു കാര്യമല്ല. ഇതേ സമയത്ത് തന്നെ ഞങ്ങളുടെ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ ബാങ്കുമായിട്ട് ഡീലിങ്സ് ഉള്ള 5 എക്സ്പോർട്ടർക്ക് ഇതേ രീതിയിൽ ആ നോട്ടീസ് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഏതുകൊണ്ട് 100ഓളം എക്സ്പോർട്ടർമാർക്ക് ഇതുപോലെയുള്ള നോട്ടീസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലൊട്ടാകെ 1000-ലധികം ആളുകൾക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെന്റ് വിദേശ പണമിടപാടുകൾ കർശനമായി മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊട്ടാകെ ഈ പറയുന്ന വിദേശ വിനിമയം സുതാര്യമാണെന്നും 100% ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന്, അതായത് ഇവിടെ നിന്ന് വിദേശ വ്യാപാരം നടത്തുന്ന എല്ലാ വ്യവസായികൾക്കും കൊടുത്തതിന്റെ ഭാഗമായിട്ട് കിറ്റക്സ് ഗാർമെന്റ്സിനും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതിൽ കവിഞ്ഞ് ഒരു പ്രസക്തിയും അതിനില്ല.